കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് ദി ലാം ദാറ്റ് ഡിഡ്, കുഞ്ഞാട് അത് ചെയ്തു. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ വസിക്കുന്ന അടികളുടെ പാത്രയുടെ പിതാവേ, ഇന്ന് ലോകം പരിപൂർണമായിട്ട് മനസ്സിലാക്കാത്ത ആ രക്ഷാപദ്ധതി അതായത് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവെ, പല ക്രിസ്ത്യാനികളുടെയും കാഴ്ച ആ രക്ഷാപദ്ധതിയിൽ ക്രൂശ് വരെ പോകുന്നുള്ളൂ. പിതാവെ, അതിനുശേഷം നമുക്ക് വേണ്ടി ക്രിസ്തു ചെയ്യുന്നത് പലർക്കും മനസ്സിലാകുന്നില്ല. അത് മനസ്സിലാക്കി തരാൻ ദൈവം നമ്മൾ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഈ പഠനത്തിൽ കൂടെ ഇരിക്കാൻ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഡു വി അണ്ടർസ്റ്റാൻഡ് ദ പ്ലാൻ ഓഫ് റിഡംഷൻ? ഇന്ന് പല ക്രൈസ്തവർക്കും രക്ഷാപദ്ധതി എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ച സമയത്ത് അത് അവിടെ പൂർത്തിയായി എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം ക്രിസ്തു ചെയ്യുന്ന കാര്യങ്ങൾ എന്നറിയത്തില്ല. ആ രക്ഷാപദ്ധതിയുടെ ആഴം അറിയത്തില്ല. ആ രക്ഷാപദ്ധതിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ജനത്തിന് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ രക്ഷ, റിഡീമിങ്, വീണ്ടെടുക്കൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? റിഡീം, മെറിയം വെബ്സ്റ്റർ ഡിക്ഷണറിയുടെ അർത്ഥം അതിനെ വിലയ്ക്ക് വാങ്ങുക. എന്തിനെ? അടിമത്തത്തിൽ നിന്നോ അതിനെ പിടിച്ചോണ്ട് പോയ സമയത്ത് അതിനെ വിലയ്ക്ക് വാങ്ങുക, കാശ് കൊടുത്ത് അതിനെ വാങ്ങി അതിനെ സ്വന്തമാക്കുക. ഇത് പലർക്കും അറിയാം, കാശ് കൊടുത്ത് വാങ്ങുക എന്ന്. പക്ഷേ ഈ കാശ് കൊടുത്ത് വാങ്ങുക അല്ലെങ്കിൽ വില കൊടുത്ത് അതിനെ സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ പല ക്രൈസ്തവരുടെ മനസ്സിലും ഇത് പോകുന്ന അർത്ഥം ഇത്രത്തോളമേ ഉള്ളൂ: പാപത്തിൻ്റെ അനന്തരഫലത്തിൽ നിന്നും അവരെ രക്ഷിക്കുക. പക്ഷേ പാപത്തിൽ നിന്ന് തന്നെ എന്നെയും നിങ്ങളെയും രക്ഷിക്കാനാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് ആദാമും ഹവ്വയും ചെയ്ത പാപം എന്താണ്? അവർ വലിയ പാപം ചെയ്തോ? ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നോ? കൊലപാതകം ചെയ്തോ? വ്യഭിചാരം ചെയ്തോ? ഇല്ല. ഒരു ചെറിയൊരു അനുസരണക്കേടാണ്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ചിന്തയിൽ നമ്മൾ കാണുമ്പോൾ അത് ചെറിയ അനുസരണക്കേട് ഞാൻ പറയുന്നില്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നത്തെ ചിന്താഗതിയിൽ നമ്മൾ കാണുമ്പോൾ അത് ചെറിയൊരു അനുസരണക്കേടാണ്. അത് ഏദൻ തോട്ടത്തിൽ നിന്നും അവർ വെളിയിലാക്കി. ഒരൊറ്റ പാപം. അപ്പോൾ ആ പാപത്തോട് തന്നെ നമ്മൾ ഇനി ജീവിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലേക്ക് ദൈവം നമ്മളെ കയറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് മൂഢത്തരമല്ലേ? ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നമ്മളെ പാപത്തിൻ്റെ അനന്തരഫലത്തിൽ നമ്മൾ രക്ഷിക്കുക മാത്രമല്ല, നേരെ മറിച്ച് ആ പാപത്തിൽ നിന്ന് തന്നെ എന്താണോ എന്നെയും ദൈവത്തെയും നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ വേർപിരിക്കുന്നത് അതിനെ എടുത്തു മാറ്റാൻ വേണ്ടിയും കൂടിയാണ് ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി. കാരണം നമ്മുടെ ദൈവം, ചില നിരീശ്വരവാദികൾ പറയുന്നത് പോലെ, ആകാശവാസിയായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ആകാശത്തിൽ വസിക്കാനാണ് ആ ദൈവത്തിന് ഇഷ്ടം. പക്ഷെ നമ്മുടെ ദൈവം അപ്രകാരം ദൈവമല്ല. നമ്മുടെ ജീവിക്കുന്ന ദൈവം നമ്മുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ എനിക്ക് ആലയം പണിയുക. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും കഴിയുക എന്നാണ്. പക്ഷെ ഒരു കാര്യം എന്നെയും ദൈവത്തെ തമ്മിൽ വേർപിരിക്കുന്നു, നിങ്ങളെയും ദൈവത്തെ തമ്മിൽ വേർപിരിക്കുന്നു. അതിനെ മാറ്റണം. അതാകുന്ന രക്ഷാപദ്ധതി. എന്താണത്? യെശയ്യാപ്രവചനം 59 അധ്യായം 1-2 വാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ എന്താണ് എന്നെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നത്? എന്താണ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവത്തെ നിങ്ങളിൽ നിന്ന് ഭിന്നിപ്പിക്കുന്നത്? നമ്മുടെ പാപമാണ് ദൈവമക്കളെ. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി എന്താണ്? വില കൊടുത്ത് വാങ്ങുക. നമ്മൾ കടയിൽ പോകുന്നവരാണ്. നമ്മൾ കടയിൽ കാശ് കൊടുത്ത് സാധനം വാങ്ങിക്കും. ആ കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് ആ കടയിൽ തന്നെ നമ്മൾ ഉപേക്ഷിച്ച് പോകാറുണ്ടോ? ഇല്ല. നമ്മൾ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. അതേപോലെ ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി നമ്മളെ അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 6:19 വ്യക്തമാക്കുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പം നമ്മളെ എന്താണ് ദൈവം വിളിച്ചിരിക്കുന്നത്? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ ഒരു കുഞ്ഞാട് മാത്രമല്ല ഉള്ളത്. നമ്മളെ വിലയ്ക്ക് വാങ്ങുന്ന കുഞ്ഞാട് മാത്രമല്ല, പക്ഷെ ഒരു മഹാപുരോഹിതനുമുണ്ട്. ആ മഹാപുരോഹിതൻ നമ്മളെ ദൈവത്തിന് അടുക്കിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് എബ്രായർ 8:1 പറയുന്നത്, നാം ഈ പറയുന്നതിൻ്റെ സാരം എന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നവനായി ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. എബ്രായർ 8:1. അപ്പോൾ നമുക്കൊരു മഹാപുരോഹിതൻ
ഉണ്ട്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി നമുക്ക് മനസ്സിലാക്കാം ആഴത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി മനസ്സിലാക്കാൻ ഇതിൽ പരം വേറൊരു വാക്യമില്ല. നമുക്ക് ഏവർക്കും സുപരിതമായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16. യോഹന്നാൻ 3:16. തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം രക്ഷാപദ്ധതി എന്തിനാരംഭിച്ചു? ദൈവം എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നു? കുഞ്ഞാടായി വന്നു, നമുക്ക് വേണ്ടി മരിച്ചു. ഒരൊറ്റ കാര്യം, അത് ദൈവത്തിന് ശക്തി കൂട്ടാനോ ദൈവത്തിൻ്റെ പരമോധികാരം കാണിക്കാനോ നമ്മുടെ മേലെ ഒരു സ്വച്ഛാധിപതി പോലെ ഒരു ഡിക്റ്റേറ്ററിനെ പോലെ വാഴുവാനോ ഒന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്വയമില്ലാത്ത ആ സ്നേഹം, ആ അഗാപ്പേ ലവ് ആണ് ഈ രക്ഷാപദ്ധതിയുടെ ആരംഭം. ആ ദൈവം ഇന്നും എന്നെയും നിങ്ങളെയും അത്രത്തോളം സ്നേഹിക്കുന്നു. ഈ രക്ഷാപദ്ധതി, അതുകൊണ്ട് തന്നെ യോഹന്നാൻ 3:16 അനുസരിച്ച് ദൈവം രക്ഷാപദ്ധതി ആരംഭിച്ചത് നമ്മളുള്ള സ്നേഹം മൂലമാണ്. അവർണ്യമായ സ്നേഹം, നിസ്തുല്യമായ സ്നേഹം, വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹം. ഈ രക്ഷാപദ്ധതിയിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം, പാപത്തിൻ്റെ ഉടമസ്ഥർ ശിക്ഷ അനുഭവിക്കണം, അല്ലെങ്കിൽ അവർ മരിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന, ദൈവം ഒരു ക്രൂരനായ ദൈവമായതുകൊണ്ടല്ല, ദൈവം ജീവനില്ലാത്ത ജഡത്തെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ദൈവമായിട്ടല്ല ഇത് ചെയ്യുന്നത്. കാരണം തിരുവചനം എന്താണ് പറയുന്നത്? എസ്എകേൽ 18:32 മരിക്കുന്നവൻ്റെ മരണത്തിന് എനിക്ക് ഇഷ്ടമല്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മരണത്തിന് ജീവിച്ചു കൊള്ളുവിൻ. അപ്പോൾ ദുഷ്ടന്മാരുടെ മരണത്തിന് പോലും ഇഷ്ടമില്ലാത്ത ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ പാപം ചെയ്ത ദേഹി മരിക്കണം? കാരണം പാപമാണ് അത് ആവശ്യപ്പെടുന്നത്. റോമർ 6:23 പാപത്തിന് ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപ വരുമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യജീവൻ തന്നെ. പാപത്തിൻ്റെ സ്വഭാവം അതാണ്. നമ്മൾ പാപം ചെയ്തോ പാപം നമ്മൾ പിടിക്കും, പാപം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അത് തന്നെയാണ് സദൃശ്യവാക്യം 5:22 പറയുന്നത്. പ്രോവേഴ്സ് 5:22. സദൃശ്യവാക്യം 5:22, ദുഷ്ടൻ്റെ അകൃത്യങ്ങൾ അവന് പിടിക്കും, തൻ്റെ പാപാശങ്ങളാൽ അവൻ പിടിപെടും. അപ്പോൾ ദൈവവചനം വ്യക്തമാക്കുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അപ്പം ഞാനും നിങ്ങളും മരിക്കണം, മരണശിക്ഷ അനുഭവിക്കേണ്ടതാണ്. പക്ഷേ ക്രിസ്തു നമ്മുടെ പകരക്കാരനായി. തിരുവചനം എന്താണ് പറഞ്ഞത്? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. ആരാണ് പാപം ചെയ്തത്? ക്രിസ്തുവാണ് പാപം ചെയ്ത? അല്ല, ഞാനും നിങ്ങളുമാണ് പാപം ചെയ്തത്. അപ്പോൾ ക്രിസ്തു എന്തായി മാറണം? ഞാനും നിങ്ങളുമായി മാറണം. ആ ക്രിസ്തു എൻ്റെ സ്ഥാനവും നിങ്ങളുടെ സ്ഥാനവും എടുത്തു. എന്നിട്ട് ആ മരണശിക്ഷ വാങ്ങിച്ചു. അവൻ എന്നെയും നിങ്ങളെ പോലെ പരിപൂർണനായ ഒരു മനുഷ്യനായി വന്നു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. എസെക്കിയേലിന്റെ പ്രവചനം 18:20 വന്ന് പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പൻ്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകൻ്റെ അകൃത്യം വഹിക്കേണ്ട. നീതിമാൻ്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. അപ്പോൾ ക്രിസ്തു പാപം ചെയ്തോ? ഇവിടെ പറഞ്ഞു അപ്പൻ്റെ അകൃത്യം മകന് വഹിക്കേണ്ട, മകൻ്റെ അകൃത്യം അപ്പനും വഹിക്കേണ്ട. പക്ഷേ നമ്മുടെ അകൃത്യം ആര് വഹിച്ചു? ക്രിസ്തു വഹിച്ചു, അല്ലേ? അപ്പോൾ ക്രിസ്തു പാപം ചെയ്തോ? ഇല്ല. എബ്രായ 7:26 പറയുന്നു, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആമേൻ. അപ്പോൾ നമ്മുടെ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ക്രിസ്തു ഒരു പാപം എന്ത് ചെയ്യില്ല, ചെയ്തിട്ടില്ല. എബ്രായ 4:15-16 പറയുന്നു, ചിലരെന്ന് പറയുന്നു ക്രിസ്തു എന്നാണ് അവൻ ദൈവമായതുകൊണ്ടാണ് ആ പാപം ചെയ്തത്. അല്ല, എന്നെയും നിങ്ങളെയും പോലെ അവൻ പാപത്തിന് പരീക്ഷണം സഹിച്ചു. എനിക്കും നിങ്ങൾക്കും എങ്ങനെ പാപത്തെ അതിജീവിക്കാമോ ആ മാതൃകയിൽ ക്രിസ്തു പാപത്തെ അതിജീവിച്ചു. അത് തെളിയിക്കുന്ന വാക്യമാണ് എബ്രായ 4:15-16. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി ഈക്വൽ ടു അസ് പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗലാത്യർ 2:20 കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നു, ക്രിസ്തു എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ ക്രിസ്തു അങ്ങനെ മരിക്കണമെങ്കിൽ ഞാനും നിങ്ങളുമായി മാറണം. കാരണം നമ്മളാണ് പാപം ചെയ്തത്, അവൻ പാപം ചെയ്തില്ല. ക്രിസ്തു ഞാനും നിങ്ങളുമായി മാറി, അവൻ നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം രക്ഷാപദ്ധതി എന്താണ്? റെസ്പോൺസിബിൾ പാർട്ടി, പാപം ചെയ്യുന്നവർ മരിക്കണം. രണ്ടാമത്തെ ഘട്ടം, എന്താണോ
മരണം ഉണ്ടാക്കിയത്. എന്താണോ നമ്മളെ ദൈവവുമായിട്ട് നിന്ന് വേർപ്പെടുത്തിയത് അതിനെ എന്ത് ചെയ്യുക? മാറ്റുക. അതിനു വേണ്ടിയും കൂടിയാണ് ക്രിസ്തു മരിച്ചത്. പലരും ക്രിസ്തുവിൻ്റെ മരണത്തെ ഇന്ന് കാണുന്നത് ഒരു പേടിയോടെയാണ്. നമ്മൾ പാപത്തെ കാണുന്നത് ഇപ്പോൾ നമ്മൾ ചിലർ പാപത്തെ ഉപേക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മൾ പേടിച്ചിട്ടാണ്. എന്തിനെ പേടിച്ചിട്ട്? ശിക്ഷാവിധിയെ പേടിച്ചിട്ട്. ചില മാതാപിതാക്കൾ കുട്ടികളെ അവരെ ശിക്ഷിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ വടിയിട്ട് നല്ല അടി കൊടുക്കും. എന്നിട്ട് ഇനി മേലാൽ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വടി വെച്ചുകൊണ്ട് പറയും. ആ സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? അയ്യോ കാണിക്കത്തില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ വടിയെ പേടിച്ചിട്ട്, ആ അടിയെ പേടിച്ചിട്ട്, ആ അടിയുടെ വേദന പേടിച്ചിട്ട് ആ കുട്ടികൾ പറയും എന്താണ്? ഇന്ന് നമ്മുടെ ക്രൈസ്തവ അനുഭവം അതേപോലെയാണ്. നാളെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ എനിക്കൊരു പരീക്ഷയുണ്ട്, നാളെ എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യും? ദൈവം എൻ്റെ പാപങ്ങളെന്ന് ക്ഷമിക്കണമേ. കാരണം നമ്മുടെ പാപങ്ങൾ ഒരിക്കലും നമുക്ക് എന്താ പാടില്ല? ശാപമേ മാറാൻ പാടില്ല. പലപ്പോഴും നമ്മൾ പാപക്ഷമ ചോദിക്കുന്ന അപ്രകാരമാണ്. ഇന്ന് പല ക്രൈസ്തവരുടെ മനസ്സിലും അപ്രകാരമാണ്. ക്രിസ്തുവിന് എന്താണ്? ആ പാപത്തിന് അനന്തരഫലത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കുക. പാപത്തിന് അനന്തരഫലത്തിൽ നിന്ന് മാത്രമല്ല ക്രിസ്തു നമ്മൾ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആ പാപത്തിൽ നിന്നും കൂടെയാണ്. യാക്കോബിന്റെ ലേഖനം 1:14-15 പറയുന്നു, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. അപ്പൊ ക്രിസ്തു മരിച്ചത് എന്നെയും നിങ്ങളെയും തമ്മിൽ വേർപിക്കുന്ന പാപത്തെ മാറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമേ സംഭവിക്കുള്ളൂ. ഒന്നെങ്കിൽ പാപം മൂലം നമുക്ക് ദൈവത്തിൽ നിന്ന് വേർപെടാം, അല്ലെങ്കിൽ ക്രിസ്തു മൂലം നമുക്ക് പാപത്തിൽ നിന്ന് വേർപെടാം. ഇനി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഒന്നെങ്കിൽ പാപം മൂലം നമുക്ക് ദൈവത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ക്രിസ്തു മൂലം നമുക്ക് പാപത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ സാധ്യമാകുള്ളൂ. കാരണം മത്തായി 1:21 പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. അപ്പോൾ യേശു നമ്മൾ വിളിക്കുമ്പോൾ ആ യേശു എന്ന പേരിൻ്റെ അർത്ഥം അവൻ്റെ ജനത്തെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കുക കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പാപം ചെയ്തിട്ടും പാപം ചെയ്തുകൊണ്ടിരുന്നിട്ടും നമ്മൾ യേശു എന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും അർത്ഥമുണ്ടോ ക്രിസ്ത്യാനികളെ? ഇല്ല. ഇന്ന് പല ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു ക്രിസ്തു രണ്ടാമത് വരുന്നവരെ പാപം ചെയ്യാമെന്ന്. പക്ഷേ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതുകൊണ്ടാണ്. നമുക്ക് യോഹന്നാൻ 1:29 വായിക്കുമ്പോൾ, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ ചുമന്നു കൊണ്ടുപോയി. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം റെസ്പോൺസിബിൾ പാർട്ടി, പാപം ചെയ്ത ആൾ മരിക്കണം. രണ്ടാമത്തെ ഘട്ടം എന്താണോ പാപത്തിന് കാരണമാകുന്ന കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം. മൂന്നാമത്തെ ഘട്ടം നമ്മൾ എന്ത് ചെയ്യപ്പെടണം? ഒന്ന് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റുമ്പോൾ വേറൊന്നിനെ നമ്മളെ നിറയ്ക്കണം. അതെന്തിനാ നിറയ്ക്കണം? സദൃശവാക്യം 12:28 പറയുന്നു, നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട്, അവൻ്റെ പാതയിൽ മരണമില്ല. അപ്പോൾ പാപം എടുത്ത് മാറ്റി നമ്മൾ എന്ത് നിറയ്ക്കണം? നീതി നിറയ്ക്കണം. അതേപോലെ സദൃശവാക്യം 10:2 പറയുന്നു, ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പോൾ നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കണമെങ്കിൽ, ജീവനാകുന്ന ക്രിസ്തുവിനോട് ദൈവത്തോട് നമ്മൾ ചേർക്കണമെങ്കിൽ നമ്മൾ എന്തുണ്ടാകണം? നീതി വേണം. ആ നീതി ആരാണ് ദൈവമക്കളെ? നീതി ക്രിസ്തുവാണ്. ക്രിസ്തു നീതിയാണ്, നീതി ക്രിസ്തുവാണ്. 1 കൊരിന്ത്യർ 1:30, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടും. അപ്പോൾ ക്രിസ്തു തന്നെയാണ് നമ്മുടെ നീതി, ക്രിസ്തു തന്നെയാണ് നമ്മുടെ ജ്ഞാനം, ക്രിസ്തു തന്നെയാണ് നമ്മുടെ വീണ്ടെടുപ്പ്. ഞാനല്ല, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. എന്താണ്? ഞാൻ ഒന്നാമത് അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. കൊലോസ്യർ 1:20 നമുക്ക് വായിക്കാമോ? അവിടെ പറയുന്നു, അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാദാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി, ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിരിക്കുന്നു തന്നെ. അപ്പം നമ്മൾ നീതി നിറയ്ക്കുക എന്ന് പറയുന്നതും ക്രിസ്തു നമ്മളിൽ വസിക്കുക എന്ന് പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. അതല്ല യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളിലും നിങ്ങളുടെ എന്നിലും വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ സാധിക്കും. നമ്മൾ നീതി ഉണ്ടാകണം. ആ നീതി ആരുടെ രൂപയാണ് നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്? ക്രിസ്തു രൂപത്തിൽ. അപ്പോൾ എനിക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പാപം ചെയ്യത്തില്ല. തിരുവചനം വ്യക്തമാണ്. ഒരു കാര്യം നമ്മളിവിടെ മനസ്സിലാക്കണം, യാഗത്തിന് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ അന്നത്തെ യഹൂദന്മാർ എന്ത് ചെയ്തു?
രക്ഷാപദ്ധതിയുടെ പഠിപ്പിച്ചു തരുന്ന ഈ പെരുന്നാളുകളും അതേപോലെ സമാന കൂടാത്ത ഓരോ ശുശ്രൂഷകളും അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അവർ ഓരോ തവണ പാപം ചെയ്യുന്ന സമയത്ത് ഓരോ തവണ അവർ എന്ത് ചെയ്യുന്നു? യാഗം കഴിക്കുന്നു. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, നമ്മൾ പഠിച്ചു കുഞ്ഞാട് മാത്രമല്ല മഹാപുരോഹിതനും ആവശ്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ടൈറ്റിൽ എന്താണ്? ദ ലാം ദാറ്റ് ഡിഡ് എന്നാണ്. അത് ചെയ്ത കുഞ്ഞാട്. ആ കുഞ്ഞാടിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇന്ന് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. എബ്രായ 9:22 അനുസരിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കണം. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കും. കാരണം എന്താണ്? ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊല്ലിട്ടല്ലാതെ വിമോചനമില്ല. അപ്പം നമ്മളിൽ നിന്ന് പാപത്തിൽ നിന്ന് നമുക്ക് വീണ്ടെടുപ്പ് വേണമെങ്കിൽ, പാപത്തിൽ നിന്ന് വിമോചനം വേണമെങ്കിൽ രക്തചൊരിച്ചിലാണ്. എന്തുകൊണ്ടാണ് രക്തചൊരിച്ചിൽ? എന്തിനാണ് ഇത്രയും വലിയൊരു വില? യെശയ്യാ പ്രവചനം 53:6 ആളുടെ പാപങ്ങളാണ് ക്രിസ്തു വഹിക്കുന്നത്. ആളുടെ പാവങ്ങളാണ് ക്രിസ്തു ചുമക്കുന്നത്. ക്രിസ്തുവിൻ്റെ പാവങ്ങളാണോ? ഇതേപോലെ നിർദോഷനും നിഷ്കളങ്കനുമായ ഒരു വ്യക്തിയില്ലാന്ന് തിരുവചനം പറയുന്നു. ആടെ പാപങ്ങളാണ് വഹിക്കുന്നത്, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങളാണ് അല്ലേ? അതിൽ യെശയ്യാ 53:6 നാം എല്ലാവരും ആടുകൾ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ക്രിസ്തു ഒരു കള്ളനല്ല കേട്ടോ. അതുകൊണ്ട് ക്രിസ്തു അവന് അവകാശപ്പെടാത്തത് അവൻ എടുക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ ജീവനെ മറുവിലയെ നൽകി. അവൻ്റെ രക്തത്തെ, ജീവൻ അടങ്ങുന്ന ആ രക്തത്തെ മറുവിലയെ നൽകി എന്നെയും നിങ്ങളെയും, എൻ്റെ പാപങ്ങളെയും നിങ്ങളുടെ പാപങ്ങളെയും അവൻ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മുടെ പാപത്തെ വഹിക്കുന്നത് അവൻ എന്തു കൊടുത്തിട്ടാണ്? അവൻ്റെ ജീവൻ കൊടുത്തിട്ടാണ്. കാരണം അവൻ നമ്മളിൽ നിന്ന് അത് വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്നെയും നിന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി. അതേപോലെ നമ്മൾ ചെയ്ത പാപങ്ങളും അവൻ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? യാഗം കഴിച്ചുകൊണ്ടിരുന്നു. അവരെപ്പോഴൊക്കെ പാപം ചെയ്തോ അവർ യാഗം കഴിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വർഷം തോറും എന്താണ്? പാപപരിഹാര ദിവസം ഉണ്ടായിരുന്നു. ആ പാപപരിഹാര എന്നേക്കുമായിട്ട് ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്ന ദിവസത്തിൻ്റെ പ്രതിദാനമാണ് പാപപരിഹാര ദിനം, അറ്റോൺമെൻറ്റ്. അറ്റോൺമെൻറ്റ് എന്ന വാക്ക് ധരിക്കുന്നത് അറ്റ് വൺ മെൻറ്റ്, ദൈവവുമായിട്ട് ഒന്നായി മാറുക. എന്നാൽ നമ്മളെ ദൈവമായിട്ട് പിരിക്കുന്ന യെശയ്യാ 53 പ്രകാരം പാപം. അപ്പോൾ അറ്റോൺമെൻറ്റ് ദിവസം പാപം എന്നേക്കുമായിട്ട് നമ്മൾ ഹൃദയത്തിൽ നിന്ന് മാറ്റുക. പക്ഷെ അത് വർഷം തോറും നടക്കുന്നു. ഇസ്രായേൽ ജനം എപ്പോഴെല്ലാം പാപം ചെയ്തോ അപ്പോഴെല്ലാം യാഗം കഴിക്കുന്നു. കാരണം എന്താണ്? ഈ യാഗത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഏത് യാഗം? മൃഗയാഗങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. 2 കാര്യങ്ങൾ അതിന് ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തത്, ഇറ്റ് കനോട്ട് പെർഫെക്റ്റ്, നമ്മളെ പരിപൂർണരാക്കാൻ സാധിക്കില്ല. രണ്ടാമത്, ഇറ്റ് കനോട്ട് ടേക്ക് അവേ അവർ സിൻസ്, നമ്മുടെ പാപങ്ങളെ അതിനെ എടുത്തു മാറ്റാൻ സാധിക്കില്ല. ഇത് നമുക്ക് വായിക്കാം. എബ്രായ 10:1-4 ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നേടല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വന്ന അതേ യാഗങ്ങളാൽ അടുത്തു വന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോവാദം പിന്നെയും ഇല്ലായക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലോ. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളുകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയില്ല. അതെ, അവർ കഴിക്കുന്ന യാഗങ്ങൾ ആടിൻ്റെ ആയാലും കാളയുടെ ആയാലും പ്രാവായാലും അതിനൊന്നും ജനത്തിൻ്റെ പാപത്തിൽ നിന്നും അവർ വിടുവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? വർഷം തോറും അത് ആവർത്തിക്കുന്നു. പക്ഷേ ഇത് സാധിച്ച ഒരു കുഞ്ഞാടുണ്ട്. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കർത്താവ് യേശുക്രിസ്തു 2 കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പെർഫെക്റ്റസ്, നമ്മളെ പരിപൂർണരാക്കുക. 2, നമ്മളിൽ നിന്നും പാപത്തെ എടുത്ത് മാറ്റുക. ഇതാകുന്നു ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. മത്തായി 5:47 പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണൻ ആകുവിൻ. ഈ കാര്യം നമുക്ക് ഒരിക്കലും ഉപേക്ഷിച്ച് നമുക്ക് വിചാരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം 2 തിമോത്തി 3:14 എന്താണ് പറയുന്നത്? എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാക്കിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്. അപ്പോൾ തിരുവചനത്തിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവം തിരുവചനം നമുക്ക് നൽകിയത് നമ്മൾ തികഞ്ഞവരാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിസ്തു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? സൽഗുണ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. പാപത്തിന് അനന്തരഫലത്തിൽ നമ്മൾ രക്ഷിക്കാൻ മാത്രമല്ല, നേരെ മറിച്ച് നമ്മളെ പെർഫെക്റ്റ് ആക്കാനും വേണ്ടിയാണ്. ക്രിസ്തു എന്ന കുഞ്ഞാടിന് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ദൈവം മൃഗബലി സ്ഥാപിച്ചു? ഒരൊറ്റ കാര്യം, നമ്മളെ, അന്നത്തെ ജനത്തെ
വരാൻ പോകുന്ന ആ രക്ഷകനിലേക്ക് ചൂണ്ടിക്കാട്ടുവാൻ, ആ വരാൻ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിലേക്ക് ചൂണ്ടിക്കാട്ടുവാൻ, അവരെ ഓർമ്മിപ്പിക്കാൻ, അവരുടെ പാപങ്ങൾക്കൊരു പരിഹാരമുണ്ട്. നിങ്ങൾ ആ വാക്യം വായിച്ചോ? എബ്രായ ലേഖനം നിങ്ങൾ പിന്നെ ഒന്ന് വായിച്ചു നോക്കണം. എബ്രായ 10:1-4. അവർക്ക് വീണ്ടും വീണ്ടും പാപത്തിൻ്റെ ഓർമ്മ വരുന്നതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും ഞാൻ കഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കപ്പെടുന്നില്ല, പാപം അവിടെ നിന്ന് മാറ്റുന്നില്ല. അപ്പോൾ ദൈവം നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ ചെയ്ത ഏത് പാപം നമ്മൾ ഏറ്റു പറഞ്ഞാലും ആ പാപം എന്നേക്കുമായിട്ട് ദൈവം നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും. ഇനിമേൽ നിങ്ങൾ ആ പാപം ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനം. കാരണം ദൈവം നമ്മളെ രക്ഷിക്കുന്നത് ആ അനന്തരഫലത്തിൽ നിന്ന് മാത്രമല്ല, നേരെ മറിച്ച് ആ പാപം നമ്മളിൽ നിന്നും എന്നേക്കുമായിട്ട് നീക്കിക്കളയുന്നു. ആദാമും ഹവ്വയും പാപം ചെയ്ത സമയത്ത് ദൈവം അപ്പോഴാണ് മൃഗബലി അവിടെ സ്ഥാപിച്ചത്. അവരതുവരെ മരണത്തെ കണ്ടിട്ടില്ലായിരുന്നു. അന്ന് ആദ്യമായിട്ടൊരു ഇല ഉണങ്ങി വീണ സമയത്ത് അവരുടെ ഹൃദയം വേദനിച്ചു. കാരണം മരണം അവർ കണ്ടിട്ടില്ല. അവർ ആദ്യ യാഗം നടത്തിയ സമയത്ത് ആ കുഞ്ഞാടിൽ അറുത്ത് ആ കുഞ്ഞാടിൽ ജീവന് വേണ്ടി പിടഞ്ഞ് അത് ചത്തുപോകുന്ന സമയത്ത് അവരുടെ ഹൃദയം പിടഞ്ഞു. അവർ മനസ്സിലായി പാപത്തിൻ്റെ അനന്തരഫലം എന്താണ്, ആ പാപത്തിൻ്റെ ആധിക്യം എന്താണ്. ഇത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ദൈവം അത് സ്ഥാപിച്ചു. അതെന്ത് ചെയ്യുന്നു? അവരുടെ രക്ഷകൻ ഇതേപോലെ അവർക്ക് വേണ്ടി മരിക്കുമെന്നുള്ള കാര്യം അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതെ, കർത്താവേ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് അതിനു വേണ്ടി തന്നെയാണ്. യെശയ്യാവ് 53:6-7 നമ്മളെ പരിപൂർണരാക്കാനും നമ്മളെ ദൈവത്തിൽ നിന്ന് പിരിക്കുന്ന പാപത്തെ എന്നൊന്നും മാറ്റുവാനും. പക്ഷേ അത് വേണമെങ്കിൽ ക്രിസ്തു എന്താണ്? ഒരു കുഞ്ഞാടായ മാത്രം പോരാ, അവനൊരു മഹാപുരോഹിതനും ആകണം. യെശയ്യാവ് 53:6-7 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി, തന്നെ താൻ താഴ്ത്തി വാ തുറക്കാതിരുന്നിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രികയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെയും അവൻ വാ തുറക്കാതെ ഇരുന്നു. ഈ യോഹന്നാൻ സ്നാപകൻ ക്രിസ്തു അവിടെ പോകുന്ന കണ്ട സമയത്ത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്. ഇങ്ങനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ജനത്തിന് അത് മനസ്സിലായി. ക്രിസ്തുവിനെ ഏത് പേരാണ് അവിടെ വിളിക്കുന്നത്? ദ പാസ് ഓവർ ലാം, പെസഹ കുഞ്ഞാട്. പെസഹ രക്ഷാപദ്ധതിയുടെ അവസാനമല്ല, ആരംഭമാണ്. കാരണം പെസഹ ഒരു വർഷം ആരംഭിക്കുമ്പോഴുള്ള ആദ്യത്തെ പദ്ധതിയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ആ കടിഞ്ഞൂൽ സമാധാനം വിടുവിക്കുന്നത് ആ പെസഹ കുഞ്ഞാടാണ്. അപ്പോൾ രക്ഷാപദ്ധതിയിൽ മിസ്രൈമിൽ നിന്നും അല്ലെങ്കിൽ പാപമാകുന്ന അടിമത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കുന്നതിൻ്റെ ആരംഭം മാത്രമാണ് ക്രൂശിൽ കാണുന്നത്. കാരണം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി അവിടെ അവസാനിക്കില്ല. അത് നമുക്ക് 1 കൊരിന്ത്യർ 5:7 വായിക്കാം. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുക. നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പുളി കാണിക്കുന്നത് എന്താണ്? അന്നത്തെ പെസഹയുടെ ആചരണ സമയത്ത് പുളിപ്പില്ലാത്ത അപ്പമാണ് തിന്നേണ്ടത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വന്നതിൻ്റെ ഓർമ്മയായി. പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പ് എന്താണ്? പാപമാണ്. അപ്പോൾ പെസഹ കുഞ്ഞാട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പാപത്തെ അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത പിണ്ഡം, പാപമില്ലാത്ത പിണ്ഡം നമ്മളെ ആക്കി മാറ്റും. ഇതാണ് ക്രിസ്തുവിൻ്റെ ആഗ്രഹം. ഈ ഒരു മനോഹരമായ കോട്ട് വായിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ഡോട്ട് ഫ്രം മൗണ്ട് ഓഫ് ബ്ലെസ്സിങ്. നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളുടെ അനുഭവം എന്തു തന്നെയായാലും, എത്രത്തോളം നിരാശജനകമാണെങ്കിലും നമ്മുടെ വർത്തമാനകാല നമ്മുടെ അനുഭവങ്ങളും ഇന്ന് നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുക്കൽ വരികയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ബലഹീനരാണോ, നിസ്സഹായരാണോ, നിരാശരാണോ, നമ്മുടെ പ്രിയ പിതാവ് നമ്മളെ വലിയ ദൂരത്തിൽ നമ്മളെ കണ്ട് നമ്മുടെ അടുക്കിലേക്ക് ഓടി വരും. അവൻ അവൻ്റെ കരമിട്ട് നമ്മളെ വാരി പുണരും. എന്നിട്ട് അവൻ എന്തു ചെയ്യും? നമ്മളെ പുതിയ നീതിയുടെ വസ്ത്രം ഇട്ട് തരും, അവൻ്റെ സ്വഭാവത്തിൻ്റെ വസ്ത്രം. ക്രിസ്തു പിതാവിൻ്റെ മുമ്പാകെ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഞാൻ ഈ വ്യക്തിയുടെ സ്ഥാനത്ത് മരിച്ചു. ഈ വ്യക്തിയിലേക്ക് നോക്കണമേ, എന്നിലേക്ക് നോക്കണമേ, എൻ്റെ നീതി ഈ വ്യക്തിയെ പുതിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ കുഞ്ഞാട് കാണിക്കുന്നത് പിതാവെ, അടിയങ്ങളെ പാപത്തിൽ നിന്നും അടിയങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പാപത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. പാപത്തിൽ നിന്നും പിതാവെ അടിയങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ രക്ഷാപദ്ധതിയിൽ ഒരു കഷ്ടം കൂടെയുണ്ട്. നമ്മളെ നിൻ്റെ നീതിയാൽ നിറയ്ക്കുക, പാപത്തെ എന്നേക്കുമായി നമ്മൾ നിന്ന് പിരിക്കുക. അത് ക്രിസ്തു എന്ന മഹാപുരോഹിതൻ്റെ വേലയാണ്. ആ ക്രിസ്തു ആ വേല ഇപ്പോഴും സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കുവാനും ആ സ്വർഗീയ കൂടാരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാനും
ഇത് വേദപുസ്തകത്തിൽ കൂടുതൽ പഠിക്കാൻ നമ്മളെ എല്ലാവരും ഇടയാക്കണമെന്ന് ഞാൻ പറഞ്ഞ സകല കാര്യങ്ങളും യേശു നാമത്തിൽ തന്നെ ആമേൻ.